പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഷൂവിൻ്റെ സോൾ ഇളകിയിരിക്കുകയാണ്. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നെട്ടോട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കടയിലും അത് ചെയ്തു തരുന്നില്ല. മിക്കവാറും ഞാൻ ഈ ഷൂ മാറേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരു കടയിലും കൂടെ പോയി നോക്കാമെന്ന് വെച്ച് ഈ പുൻറ്റാരിനാസ് നഗരത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. 5-6 കടകളിൽ കയറി. ഇവിടെ ചെരുപ്പൂത്തികളൊന്നുമില്ല. അവർക്കൊക്കെ നല്ല നല്ല കടകളാണുള്ളത്. നമ്മളിവിടെ മഗ്ദലേന എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിൽ പോയിട്ട് പെൻഗ്വിൻസിനെ കാണാനുള്ള ഒരു ചെറിയ ടൂർ എടുത്തിരിക്കുകയാണ്. സോ ഈ ബസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ബസ് വരും. അത് നമ്മളെ ഒരു ബോട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ ബോട്ട് യാത്രയാണ്. ഇൻട്രസ്റ്റിംഗ് യാത്രയായിരിക്കും. ഈ സ്ട്രെയിറ്റ് ഓഫ് മഗല്ലൻ്റെ നടുക്കുള്ളൊരു ചെറിയ ഐലൻഡാണ് മഗ്ദലേന. അവിടെയാണ് പെൻഗ്വിൻസ് ഉള്ളത്. നമുക്ക് ഡയറക്റ്റ് അടുത്ത് പോയി പെൻഗ്വിൻസിനെ കാണാൻ സാധിക്കും. അതാണ് പ്രത്യേകത. സോ ഈ പുറകെ നിൽക്കുന്നവരൊക്കെ അത് കാണാൻ നമ്മുടെ കൂടെ വരാൻ വേണ്ടി ടൂർ എടുത്തിരിക്കുന്ന ആൾക്കാരാണ്. ബസ് വരുന്ന പോയിൻ്റാണിത്. നമ്മുടെ മുന്നിൽ ഒരു ബസ് വന്ന് നിന്നിട്ടുണ്ട്. ബസ് സുർ എന്നാണ് ഇതിൻ്റെ കമ്പനിയുടെ പേര്. സ്കാനിയയുടെ വണ്ടികളാണ്. നല്ല ഭംഗിയായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതിനകത്താണ് പോകുന്നതെന്ന് അറിയത്തില്ല. എനിവേ വണ്ടി വരെ നമുക്ക് പോകാനുള്ളത്. ഈ വണ്ടിക്കകത്താണ് നമ്മൾ കയറി പോകുന്നത്. ചെറിയ വണ്ടിയാണ്. ഈ വണ്ടിക്കകത്ത് കയറ്റി നമ്മളെ ഒരു ബോട്ടിൽ ഇറക്കാനാണ് സാധ്യത. ആൾക്കാർ ടിക്കറ്റൊക്കെ നോക്കി കയറ്റുന്നുണ്ട് അകത്തേക്ക്. ഫോർഡിൻ്റെ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇത്ര ഒരു 10-15 പേർക്കൊക്കെ മാക്സിമം ഇരിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. കൂടുതലും ക്ലൈംബേഴ്സാണ് വന്നിരിക്കുന്നത്. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ ബോട്ടിലേക്കാണ് കയറുന്നത്. പീപ്പിൾ ഗോയിങ് ടു ബോട്ട്. ഈ ബോട്ടിൽ കയറിയാണ് നമുക്ക് ടൂർ പോകേണ്ട ആർക്കും. ഓ മൈ ഗോഡ്, ഇതൊരു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാലത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. കുമ്പു വയസ്സ് പോലെ പാലങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാറ്റുണ്ട്, തൊട്ട് പിടിക്കാൻ വലിയ പാട്ടിന് പോകും. ഒരു ബോട്ടിൽ നിന്ന് ഇറങ്ങി വേറെ ബോട്ടിലേക്കാണ് കയറുന്നത്. ഇതൊരു ബോട്ടാണ്. CA6831 എന്ന് പറഞ്ഞ ബോട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. താങ്ക് യു. Wow, wonderful boat. Let's sit on some side. Yeah? Yeah, sure. Wonderful. Oh my gosh. ഞങ്ങൾ ഒരു സൈഡിൽ സോറി വണ്ടർഫുൾ. got a place here. ഇവിടെ നിറയെ ആൾക്കാർ വരുമെന്നാണ് തോന്നുന്നത്. എല്ലാ സീറ്റിലും വെള്ളത്തിൽ വീണ പൊങ്ങിക്കിടക്കാനുള്ള സാധനമുണ്ട്. അക്വാ പ്ലാന്റ്സ് എന്നാണ് ഒരു പേരിട്ടിരിക്കുന്നത്. അതെടുത്ത് ഇടണമായിരിക്കും. അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. സോ ഞങ്ങൾ ബോട്ടിനകത്ത് കയറി. ഇത് ശീതീകരിച്ച ബോട്ടാണ്. പുറത്തിറങ്ങുമ്പോൾ മാത്രമേ തണുപ്പുള്ളൂ. ഇതിനകത്ത് ചെറിയൊരു കോഫി ബാറൊക്കെ ഉണ്ട്. സോ കോഫിയൊക്കെ മേടിക്കാം. ആൾക്കാർ നിറഞ്ഞു തുടങ്ങി. മഗ്ദലേന എന്ന ഒരു ചെറിയ ഐലൻഡിലുള്ള പെൻഗ്വിൻസിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ പോകുന്നത്. 5 മണിക്കൂർ ടൂറാണ്. മേ ബി ദേ വിൽ ഗിവ് സം ഡെമോൺസ്ട്രേഷൻ. ഓൾ പീപ്പിൾ ടുക്ക് ദെയർ സീറ്റ്. നൈസ്, വണ്ടർഫുൾ. അവർ നമ്മുടെ ബോട്ട് എടുത്തു കഴിഞ്ഞു. ബോട്ട് ഹാർബറിൽ നിന്ന് എടുത്തു. അതാണ് നമ്മൾ ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലം. സോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈഡ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതിനെക്കുറിച്ച്. ഗൈഡ് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോയി ചായ മേടിച്ച് കുടിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഒരു ചേച്ചി അവിടെ മൈക്കെടുത്ത് സംസാരിക്കാനുള്ള
പരിപാടിയിലാണ്. ലൈഫ് ജാക്കറ്റ് എങ്ങനെ ഇടണമെന്ന് കാണിക്കുകയാണ്. ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഈ ബോട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും. അതാണ് അവർ പറഞ്ഞത്. പുറത്തിറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ സാധിക്കും. അല്ലാതെ പക്ഷേ പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കണം. ക്യാപ്റ്റൻ പറഞ്ഞ ഉടനെ തന്നെ വി ക്യാൻ ഗോ ഔട്ട് ആൻഡ് ടേക്ക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മൾ അവിടെയാണ് ഇത്രയും നാൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ ബോട്ടെടുത്ത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ക്യാൻ ഗോ അപ്പ് ആൻഡ് സീ. ഒരു ലൈഫ് ബോട്ട് ഉണ്ട്, ലൈഫ് ബോട്ട്. നമ്മുടെ ഹുണ്ടായി 35 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ. 35 കിലോമീറ്റർ യാത്ര ചെയ്യണം കടലിലൂടെ. They are telling that we can see the dolphins also. Oh, small pond here. Wow. ഇതിന്റെ മുകളിൽ ഒരു ചെറിയ ക്യാബിൻ ഉണ്ട്. ഫാമിലി ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഉണ്ട്, ക്യാപ്റ്റൻ. ഹായ്. ഇവരാണ് ക്യാപ്റ്റൻസ്. മനോഹരമാണ് കേട്ടോ. അനന്തതയിലേക്ക് വണ്ടി ഓടിച്ച് പോകുന്ന പോലെയുണ്ട്. നല്ല തണുപ്പുണ്ടെന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. മനോഹരമായിട്ടുള്ളൊരു അനുഭൂതിയാണ് boat riding through the Strait of Magellan. നമ്മൾ മുന്നിൽ വെയിലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സോ വെയിലിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ റെഡിയാക്കി വേണ്ടി ഇച്ചിരി ദൂരെയാണ്. വെയിൽ താഴെ നിന്ന് വന്ന് ചീറ്റുന്നത് കണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർ എൻ്റെ പുറയുള്ള ഫോട്ടോഗ്രാഫർ വെയിലിനെ കാണിച്ചു തന്നു. സോ വെയിൽ ഇതാ ഇവിടെ എവിടെയോ ഇതിൻ്റെ അടിയിലുണ്ട്. ഇടയ്ക്കൊന്ന് പൊങ്ങി വന്നായിരുന്നു ആശാൻ. സോ ഈ പ്രാവശ്യം പൊങ്ങി വന്നാൽ ഞാൻ അവരെ പിടിക്കും. അവർ ടേക്ക് ദ ഫോട്ടോ. ഇത് വെയിലുള്ള ഏരിയയാണ്. നീലത്തിമിംഗലങ്ങൾ, വെയിൽസ്. കമോൺ വെയിൽ.
വെയിലിനെ കാണാൻ വേണ്ടി പതുക്കെ വണ്ടി മാരെ സ്ലോ ആക്കിയിരിക്കുകയാണ്. Can see a whale here. Yeah. These whales are right here. Whale പൊങ്ങി വാ. Whale somewhere here. വെയിൽ പൊങ്ങി വരാറായിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വെയിൽ പൊങ്ങും. Everybody is eagerly waiting for the rain. Wow, there is a whale. You can see the whale. There. Yeah. അവിടെ ഒരു വെയിൽ കിടപ്പുണ്ട്. Oh, there also. Wow. Wonderful. Oh, there also. Again. It's came. വീണ്ടും വെയിൽ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടർഫുൾ. Maybe it comes near to us. Hard to predict. Yeah. തിമിംഗലങ്ങളെ കണ്ടു. നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോവാണ്. മനോഹരമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഈ പുൻറ്റാരിങ്ങാസിലുള്ളത്. 4 വശത്തും മേഘങ്ങൾ ഏതൊക്കെയോ രൂപം തീർത്തിരിക്കുകയാണ്. 2 തിമിംഗലങ്ങളുണ്ടായിരുന്നു. രണ്ടും കൂടെ കളിക്കുകയായിരുന്നു. അതിങ്ങനെ ചാടി മുകളിൽ വരും, താഴേക്ക് പോവും. അങ്ങനെ ചീറ്റുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും, കാണാനും സാധിക്കും. ക്യാമറയിൽ ചെറുതായിട്ട് പതിഞ്ഞിട്ടുണ്ട്. എനിവേ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് ഞാൻ താഴേക്ക് പോകാൻ പോവാണ്. Ships come through here, they need to have a pilot to take them through. Yes. So does the pilot actually Take commands. take commands, drive the ship? Yes. Here. And that's because of current and wind? Yes. It's mostly because these fjords are kind of complicated, so in a way to have the passing, like international പുള്ളിക്കാരി passing എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് ഇവിടെ എന്തൊക്കെയാണ് you need കാണാനുള്ളതെന്ന്. to have a chicken pilot inside because they're the experts of the area. So they can get in. അറ്റ്ലാന്റിക് ഓഷൻ അപ്പുറത്തെ ഇപ്പുറത്തെ പെസഫിക് ഓഷൻ. Around here, that's not possession. This is possession. So here. So we have reached Magdalena Island. ആ കാണുന്നതാണ് Magdalena Island. വല്ലാത്ത ഐലൻഡ് തന്നെ കേട്ടോ. പുൽക്കൊടി പോലും ഇല്ല.